അഭിമന്യ പള്ളിക്കകത്ത് പിതാവിടെ വളരെ ബുദ്ധിമുട്ട് സഹിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. പിതാവും അച്ഛനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ സൂചനയായിട്ടാണ് അവസരത്തിൽ അച്ഛനെ കുറിച്ച് ഏതാണ്ട് ചിന്തകൾ ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ബഹുമാനപ്പെട്ട ചൂരക്കാരൻ്റെ അച്ഛൻ 1943 ഡിസംബർ 12 പാതുവായിൽ ജനിച്ച് ജോസഫ് മറിയം എന്നിവരായിരുന്നു മാതാപിതാക്കൾ. 2 സഹോദരന്മാര് തോമസ് ചെറിയ മൈനർ സെമിനാരിയിൽ പഠനം ആരംഭിച്ചു. 2 വർഷത്തെ പഠനത്തിന് ശേഷം ആലുവ പൊന്തിപ്പിക്കൽ മേജർ സെമിനാരിയിലേക്ക് ഫിലോസഫി തിയോളജി പഠനത്തിനായി പോവുകയും 1968 ഡിസംബർ 19 വൈദിക പട്ടം സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് മണ്ണാർപ്പാറ ലാലം PSCയുടെ ഡയറക്ടറായും സുദീർഘമായ സേവനം ചെയ്തതിനു ശേഷം പാല മൈനർ സെമിനാരി പ്രൊഫസറായും തുടർന്ന് ഡയറക്ടറായും സേവനം ചെയ്തു. തുടർന്ന് 1996 മുതൽ 2000 വരെ പാലാ കത്തീഡ്രൽ പള്ളിയുടെ വികാരിയായി സേവനം ചെയ്തു. ഈ അവസരത്തിൽ പാറേപ്പള്ളി, കിഴലൂർ പള്ളി എന്നിവിടെ പള്ളി പണിയും തുടർന്ന് TTIയുടെ സ്കൂളിന്റെ കെട്ടിട പണിയും കൂടാതെ ധാരാളം മരാമത്ത് പണികളും ചെയ്ത് സുദീർഘമായ സേവനം ചെയ്തതിനു ശേഷം 2000 മുതൽ 2005 വരെ കടുത്തുരുത്തി പള്ളി വികാരിയായി ആ അവസരത്തിൽ അവിടെ പുതിയ ഒരു പള്ളി പണിയുകയും ചെയ്തു. തുടർന്ന് പാല അരമനയില് പ്രോട്ടോസ് സെന്റ് ജലൂസായും 11-12 വർഷക്കാലം സേവനം ചെയ്തതിനു ശേഷം മാർ അപ്രേം സെമിനാരിയുടെ ഡയറക്ടറായി പോയി. അവിടെ നിന്നും 2019 റിട്ടയർ ചെയ്ത ശേഷം ഈ മാർ അപ്രേം പ്രീസ്റ്റ് ഹോമിന്റെ ഡയറക്ടറായി 2023 വരെ സുദീർഘമായ സേവനം ചെയ്തു. അച്ഛനെ നേരത്തെ പരിചയമുണ്ട്. ഞാൻ ഇപ്പോൾ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ്. അച്ഛൻ്റെ അവസാന നിമിഷം അച്ഛനെ കാണുവാൻ എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്നും മിനിസ്ട്രിയിലേക്ക് പോയപ്പോൾ തന്നെ ഈ ലോകത്തോട് വിട പറയുന്ന ഒരു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കുന്നു. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. പ്രാർത്ഥിക്കുന്ന സമാധാനം. കർത്താവേ, നിന്റെ കരുണകളെ അനുഗമിക്കുകയും നിന്റെ യാചിക്കുന്ന ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളെ ദുഃഖിക്കുകയല്ല ചെയ്യേണ്ടത്, സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. അച്ഛൻ്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയില് അച്ഛൻ നാം എല്ലാ മംഗളങ്ങൾ നേരുകയാണ്. കർത്താവ് പറയുണ്ടായല്ലോ ശിഷ്യന്മാരോട്, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാനായി ഞാൻ പോകുന്നത്. നിങ്ങൾക്കായി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. കർത്താവ് അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയ അവസരമായിരുന്നു. അച്ഛൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നേക്കാൾ കൂടുതൽ അറിയാം. എത്ര വിശുദ്ധമായ ഒരു ജീവിതമായിരുന്നു. ഒരു വിശുദ്ധമായ വൈദികനാണ് നമ്മളിൽ നിന്ന് വേർതിരിയുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഡിഒസിയിലാണെങ്കിലും ബിഷപ്പ് ഹൗസിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും എല്ലാം, അതുപോലെ തന്നെ സെമിനാരികളിലും എത്ര നല്ല മാതൃകയാണ് മറ്റുള്ളവർക്ക് നൽകിയിരുന്നത് നമ്മൾക്കറിയാം.
അച്ഛൻ്റെ അവിശുദ്ധമായ ജീവിതം തമ്പുരാൻ പ്രതിഫലം നൽകണം. ഉള്ള നല്ലവരും വിശ്വസ്തനുമായ കൃത്യ നീ അല്പകാര്യങ്ങൾ വിശ്വസ്തനായിരുന്നു, വലിയ കാര്യങ്ങളെ തരമേൽപ്പിക്കണം. നിന്റെ നാഥനിലേക്ക് നീ സന്തോഷിച്ച് നീ പ്രവേശിക്കുക. എത്ര യുവാക്കൾ പറയുന്ന അവസരമായത് അവരുടെ എല്ലാവത്തിലും പ്രാർത്ഥന നമുക്ക് നല്ലവനായ ദൈവം അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോട് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തോട് നമ്മൾ പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവരും നമ്മളെല്ലാം സ്നേഹിച്ചൊരു വ്യക്തിയാണ്. നമ്മുടെ കൂടെ താമസിച്ചു. ഇവിടെ സമയം ഇവിടുത്തെ അച്ഛന്മാർ പറയാൻ പറയാം സമ്പൂർണ്ണമായിട്ട് ജീവിച്ചു. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് അദ്ദേഹത്തിന് വന്ന അസുഖങ്ങൾ നിസ്സാരമായി പരിഗണിച്ചു. വേദന വളരെയേറെ വേദനയുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ വേദനകളാണ് അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ കർത്താവ് കേട്ടു. ഇന്ന് രാവിലെ സുഖഹസുഖമായി മരിക്കുകയും ചെയ്തു. ആരെയും ബുദ്ധിമുട്ടിച്ചില്ല. എന്നോട് അച്ഛൻ പറഞ്ഞത് എത്രയോ ഭാഗ്യമുള്ള മരണമാണ് ചുഴക്കണ്ടെത്തിയത്. കാട്ടിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഈ അവസരം തീർച്ചയായിട്ടും കൊച്ചിനും വേറെ വേദന ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് വേദനയില്ല. നിങ്ങളുടെ വീട്ടിലെ ഒരു നല്ല വ്യക്തി, ഒരു പുണ്യവാനായ വ്യക്തി നിങ്ങളുടെ പക്കൽ നിന്ന് കടന്നുപോയാണ്. നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ സഭയ്ക്ക് വേണ്ടി, ഈ രൂപതയ്ക്ക് വേണ്ടി മാത്രമല്ല ചെറുമലബാർ സഭയ്ക്കും സഹോദര സഭയ്ക്കും വേണ്ടി എല്ലാം മധ്യസ്ഥം വഹിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാം. നല്ലതായ ദൈവം എല്ലാവരെയും സമർത്ഥമായിരിക്കും. എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് ഇവിടെ നിൽക്കുന്ന ഒരു ഉദ്ദേശം. ആദ്യമായിട്ട് അദ്ദേഹത്തെ പിതാവ് ഇവിടെ എത്തിച്ചേർന്നു. പിതാവിൻ്റെ കരുതലിനും പ്രാർത്ഥനയ്ക്കും നല്ല വാക്കിനും ഒറ്റ വാക്കിന് നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഇവിടെ പിതാവിയുടെ തിരുവത്തച്ഛൻ്റെയും നല്ല വാക്കുകൾക്കും പ്രാർത്ഥനകൾക്കും എല്ലാം നന്ദി പറയുകയാണ്. ഒപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വൈദികർക്കും സന്യാസിനികൾക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും നിങ്ങൾ കാണിച്ച ആദരവിനും ബഹുമാനത്തിനും ഒപ്പം പ്രാർത്ഥനയ്ക്കും ചുരുക്കാട്ട് കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. ഉള്ളവരെ, നാളെ വിലാപയാത്രയ്ക്ക് സൗകര്യമില്ലാത്തതിനാൽ നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്കും പള്ളിയിലേക്കുമുള്ള യാത്രയാണ് വിലാപയാത്രയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ആദരവിന് ശേഷം നമ്മൾ ചൂരക്കാട്ട് കുടുംബത്തിലേക്ക് വിലാപയാത്രയായിട്ടാണ് ശരീരവുമായിട്ട് കടന്നു പോകുന്നത്. വാഹനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളവര് അതിൽ അച്ഛൻ്റെ ഫോട്ടോ പതിപ്പിച്ച് ആദരവോടുകൂടി നമുക്ക് പാലാ ടൗണിലൂടെ ചേർപ്പുങ്കൽ പള്ളി വഴി പാതുവയിലുള്ള കുടുംബത്തിലേക്ക് നമുക്ക് പോകാം. കുടുംബത്തിലെത്തി ഓഫീസ് പ്രാർത്ഥനയ്ക്ക് ശേഷം പാതുവ പള്ളിയുടെ പാരീഷ് ഹാളിൽ മൃതശരീരം പൊതുദർശനത്തിന് വയ്ക്കുന്നതായിരിക്കും. പൊതുദർശനം നാളെ അടക്കിന്റെ സമയം വരെ പാരീഷ് ഹാളിൽ തന്നെയായിരിക്കും ഉള്ളത് എന്നുള്ള കാര്യവും പ്രത്യേകം അറിയിക്കുകയാണ്. അധിക സഭയില്ല. അവിടെ വിൽക്കുന്നവര് പെട്ടെന്ന് മുമ്പോട്ട് വന്നു. അവിടെ വിൽക്കുന്നവര് പെട്ടെന്ന് മുമ്പോട്ട് വന്ന് കൈ തൊട്ട് തലയിൽ വയ്ക്കുക. ഇവിടെ നിൽക്കുന്നവര്